നമ്മൾ ഒരു ഓൺലൈൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം, അത് കുറേ ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കാം, എങ്ങനെയാണ് ഒരു ഓട്ടോമാറ്റിക് മെസ്സേജ് സെറ്റ് ചെയ്യുന്നത്, അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ട് മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ കണ്ടത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാലാണ് നമുക്കത് യൂസ്ഫുൾ ആക്കാനും പറ്റുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യുക. നിങ്ങളുടെ വർക്കിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നല്ല ബെറ്റർ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം എങ്ങനെയാണ് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരു 3 ഡോട്ട് ഉണ്ടാകും ഏറ്റവും മുകളിലായിട്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ന്യൂ ഗ്രൂപ്പ് എന്നുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു മെമ്പറിനെ വെച്ചുകൊണ്ട് നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഒരു കോൺടാക്റ്റ് അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് നല്ല അട്രാക്റ്റ് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫൈ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്ന് കൊടുക്കാം. നല്ല ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാം വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, വർക്ക് ഫ്രം ഹോം എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു പ്രൊഫൈൽ പിക്ക് ഒന്ന് കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ പോയിട്ട് വർക്ക് ഫ്രം ഹോമിൻ്റെ ഇമേജസ് അടിച്ചു കൊടുത്താൽ നല്ല വർക്ക് ഫ്രം ഹോം ഇമേജ് കിട്ടും. അതല്ല എങ്കിൽ നമ്മൾ വാട്സപ്പ് മെറ്റ ഉണ്ടല്ലോ, അതിൽ പോയിട്ടാണെങ്കിലും വർക്ക് ഫ്രം ഹോം ഇമേജസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇമേജ് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം, എന്നിട്ട് കൊടുക്കാം. ഇവിടെ വാട്സപ്പ് മെറ്റയിൽ പോയിട്ട് വർക്ക് ഫ്രം ഹോം ഇമേജസ് എന്ന് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ആരും എടുക്കാത്ത ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ AI ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ജസ്റ്റ് ഒരു സെക്കൻഡ്, ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് വേണ്ടെങ്കിൽ അനദർ 1 കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ പോയിട്ടാണെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തിട്ട് നല്ലൊരു ഇമേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാം. നമുക്ക് തൽക്കാലം ഈ ഒരു ഇമേജിനെ എടുക്കാം. ഇതൊന്ന് സേവ് ചെയ്യാം. ഇവിടെ സേവ് എന്ന് കൊടുത്തു. നമ്മൾ നേരത്തെ ആക്കിയ പോലെ തന്നെ ആ ഒരു വാട്സപ്പിലേക്ക് പോയി ഗ്രൂപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി കൊടുക്കാം. അത് ബാക്ക് കണ്ടിന്യൂ പോയി ഏതെങ്കിലും ഒരു മെമ്പറിനെ മാത്രം വെച്ചുകൊണ്ട് ഗ്രൂപ്പ് സെറ്റ് ചെയ്തു. നല്ല രീതിയിലുള്ളൊരു പേരൊക്കെ നമ്മൾ കൊടുത്തു. എന്നിട്ട് ഈ ഒരു ഫോട്ടോയുടെ പിക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്യാലറിയിലേക്ക് പോകുമ്പം നമ്മൾ ആ ഒരു ഇമേജ് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ക് കൊടുക്കാം. എന്നിട്ട് ഇവിടെ താഴെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. ഇത്ര മാത്രമേ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള പണിയുള്ളൂ. ഇനി നമ്മളിവിടെ ഈ വർക്ക് ഫ്രം ഹോം എന്നുള്ള ആ ഒരു പേരിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടു ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് പെർമിഷൻസ് ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എഡിറ്റ് ഗ്രൂപ്പ് സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ സെറ്റിങ്സ്, അതായത് പേരായിക്കോട്ടെ, ഐക്കൺ ആയിക്കോട്ടെ, ഡിസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, അത് മറ്റുള്ള ആളുകൾക്കും കൂടി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആകുന്ന ഒരാൾക്ക് അത് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പം നമുക്കത് അവിടെ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ സെൻഡ് മെസ്സേജസ്, ഗ്രൂപ്പിൽ ജോയിൻ ആവുന്ന ആളുകൾക്ക് മെസ്സേജ് അയക്കണോ വേണ്ടയോ എന്നുള്ളതാണ് സെൻഡ് മെസ്സേജസ്. അത് ഓൺ ചെയ്ത് കൊടുത്താൽ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ആളുകളും കയറി മെസ്സേജ് അയക്കും. അത് ഓഫ് ചെയ്ത് കൊടുത്താൽ അഡ്മിന് മാത്രമേ മെസ്സേജ് അയക്കാൻ പറ്റുകയുള്ളൂ. ആഡ് അതർ മെമ്പേഴ്സ്, അതായത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഒരാൾക്ക് അവരുടെ മറ്റൊരു വ്യക്തിയെ ആഡ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതാണ് ആഡ് അതർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അത് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ പുതിയ മെമ്പേഴ്സിനെ ആഡ് ആക്കാൻ പറ്റുകയുള്ളൂ. ജോയിൻ ആകുന്ന ആളുകൾക്ക് പുതിയ മെമ്പേഴ്സിനെ ആഡ് ആക്കാൻ പറ്റുകയില്ല. ഇനി അപ്രൂവ് ന്യൂ മെമ്പേഴ്സ്, അതെപ്പോഴും ഓഫ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. കാരണം പുതിയ മെമ്പേഴ്സ് വരുമ്പോൾ ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരും. നമ്മളത് അവർക്ക് അക്സെപ്റ്റ് കൊടുത്താൽ മാത്രമേ അവർക്ക് ജോയിൻ ആവാൻ പറ്റുകയുള്ളൂ എന്ന രീതിയിലാണ്. അത് ഓഫാക്കി വെച്ചാൽ മതി. ഓക്കെ, അത് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്ക് വേണമെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ വേണ്ടി പറ്റും. ഈ അഡ്മിൻ ഓൺലി ആക്കി വെച്ച് കഴിഞ്ഞാൽ അഡ്മിന് മാത്രമേ മെസ്സേജ് അയക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രൂപ്പിൻ്റെ സെറ്റിങ്സ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം.
നിങ്ങളുടെ സൗകര്യാർത്ഥം വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഇനി നമ്മൾ ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എഴുത്ത് വെച്ച് കൊടുക്കണം അല്ലേ, ഗ്രൂപ്പിൽ മറ്റുള്ള ആളുകൾ ജോയിൻ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്കിതിനെ എഴുതാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. വീട്ടിലിരുന്ന് 1 രൂപ പോലും മുടക്കാതെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർ ഗ്രൂപ്പിൽ ജോയിൻ ആകുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മേലെ വർക്ക് ഫ്രം ഹോം എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇൻവൈറ്റ് വിയ ഗ്രൂപ്പ് ലിങ്ക് എന്നുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ കോപ്പി ലിങ്ക് എന്നുണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലിങ്ക് ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. ഒന്ന് ബാക്ക് അടിക്കാം. ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് ഈ ജോയിൻ ആവുക എന്നുള്ളതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കിത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവിടെ ലിങ്ക് അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി നമ്മളിത് കുറേ ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ സ്റ്റാറ്റസ് വെക്കണം. സ്റ്റാറ്റസ് വെച്ച് കഴിയുമ്പോൾ നമ്മളെ കോൺടാക്റ്റിലുള്ള ആളുകളൊക്കെ അതിൽ ജോയിൻ ആകും. ഇനി നമുക്ക് കുറച്ച് കോൺടാക്റ്റൊക്കെ കുറവാണെങ്കിൽ നമ്മളെ ഫാമിലി ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി പറയാം. ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പിലേക്ക് ആളുകൾ വരുന്നത്. ഇനി നമ്മൾ എന്തെങ്കിലും ഓൺലൈൻ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ ജസ്റ്റ് ഒരു ഹായ് അയക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ ഈ ഓട്ടോമാറ്റിക് മെസ്സേജ് വരുന്നത്. അതിനെന്താ വേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഗ്രൂപ്പ് സെറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇനി എനിക്ക് തോന്നുന്നു ബിസിനസ് വാട്സപ്പിലാണ് ഈ ഒരു ഓട്ടോമാറ്റിക് മെസ്സേജ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. സാധാ വാട്സപ്പിലാകുമോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ ചാറ്റ്, കോള്, അപ്ഡേറ്റ്, ടൂൾസ് എന്ന് കണ്ടില്ലേ, ആ ടൂൾസിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗ്രീറ്റിംഗ് മെസ്സേജസ് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വേണ്ടുന്ന മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ ഇതായി ഒരു പെന്നിൻ്റെ ഐക്കൺ ഉണ്ടാകും, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്താണോ വേണ്ടുന്നത്. ഇപ്പം ഞാൻ 4 തരം ഓൺലൈൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ കാര്യങ്ങളും എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും അവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആക്കി ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നെ പ്രസ് ചെയ്ത് പിടിച്ച് കോപ്പി ചെയ്തിട്ട് ഇവിടെ എഴുതുന്ന സ്ഥലത്ത് വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മെസ്സേജ് അവിടെ സെറ്റാകും. ഇനിയല്ല നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ തരും എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് എന്താണോ ആവശ്യം അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കാം. മേലെ സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റാകും. ഇനി ആരെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ മെസ്സേജ് ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. ഓക്കെ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇവർ ഫസ്റ്റ് ഒരു മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ മെസ്സേജ് ആയിരിക്കും ഇവിടെ വരുന്നുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗ്രീറ്റിംഗ് മെസ്സേജ് സെറ്റ് ചെയ്ത് വെക്കുന്നതും ഗ്രൂപ്പ് ആക്കുന്നതും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.